എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഈ ക്രിസ്മസ് ആയിട്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കിയാലോ. ഇന്നത്തായിട്ടെന്ന് പറയുന്ന പോർക്കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഞാനല്ല, അതൊക്കെ വഴിയേ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ചൂടാക്കി കടുകിട്ട ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് തേങ്ങാക്കൊത്ത്. ഒരു അരമുറി തേങ്ങയൊക്കെ മതിയാവും കേട്ടോ. പിന്നെ അത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടാണ് സവോള, അതൊരു 2 മീഡിയം സൈസുള്ളൊരു സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര തിന്നായിട്ട് അരിയണോ അത്രയും ടേസ്റ്റാണ് അതിന് കൂടുക. അപ്പോൾ ഇതെല്ലാം തിന്നാക്കി അരിയാൻ വേണ്ടി ശ്രമിക്കുക. സവാളയൊക്കെ ഒന്ന് വഴന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്ന സംഭവമാണ് പച്ചമുളക്. ഒരു 3 to 4 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴന്ന് സെറ്റാവാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഇത് ഒരു 10-15 കുഞ്ഞുള്ളി, കൊച്ചുള്ളി, ചെറിയുള്ളി എന്ത് വേണേലും പറയാം, ഒരു 4 ആക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ നിറാവാൻ നിൽക്കണ്ട, എന്തെങ്കിലും അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരുന്ന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒരു 4-5 ഉള്ളി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ഹാഫ് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇടുന്ന സംഭവങ്ങളൊക്കെയാണ്, പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇത് മുളക് പൊടി ഇടുന്നുണ്ട്, ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1.5 to 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇട്ട് കൊടുക്കുന്നതാണ് പെരുംജീരകപ്പൊടി, അതുപോലെ നോർമൽ ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പൊടി കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ വീട്ടിൽ പൊടിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇനി മിക്സ് ചെയ്ത് സെറ്റാക്കണം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇളക്കലാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതേ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച പോർക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 to 5 വിസിൽ വരെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ വറ്റി ആ പോർക്കിൻ്റെ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ മേലേക്ക് തെളിഞ്ഞ് വരണം. എണ്ണ പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ അതേ പ്രൊഫഷണൽ ഷെഫൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ എടുക്കില്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ഇളക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷോ ഓഫൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അതൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുക്ക്ഡായി വരുമ്പോൾ പിന്നെ നമ്മൾക്ക് അവസാന സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, കുരുമുളക് പൊടിയാണ്. അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേ മിക്സി കൊണ്ടേയിരിക്കുക. ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ അത് തിളയ്ക്കുന്ന തള കാണുമ്പോൾ തന്നെ വയലിൽ കൊതി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവസാനം ഒരു കറിവേപ്പില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് കഴിക്കാൻ പൊറോട്ടയാണ്, അതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. ഇത് വേണ്ടാത്തവർക്ക് കുറുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.